4ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 8ാമത്തെ പാഠം നോക്കൂ. പാഠം 8 അത്തയമ്മുമു. തയമ്മുമിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. തയമ്മും എന്നാൽ വെള്ളം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ വുളൂഇനും കുളിക്കും പകരമായി നിയ്യത്തോടുകൂടി മുഖത്തും 2 കൈകളിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ഇനി നമുക്ക് പാഠം നോക്കാം. വെള്ളം കിട്ടാതെ വരികയോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ, വെള്ളം കിട്ടാനില്ലാത്ത സ്ഥലത്താണെങ്കിൽ, അതുപോലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മുറിവോ മറ്റോ ആയി അതിനേക്ക് വെള്ളമായി കഴിഞ്ഞാൽ ആ മുറി അധികമാകും. ആ അവസ്ഥയൊക്കെയാണെങ്കിൽ നാം എന്തു ചെയ്യണം? വുളൂഇനും കുളിക്കും പകരം തയമ്മും ചെയ്യണം. അങ്ങനെ വരികയാണെങ്കിൽ വുളൂഇനും കുളിക്കും പകരം, വുളൂഇന് വേണ്ടിയിട്ടും കുളിക്ക് വേണ്ടിയിട്ടും പകരമായിട്ട് തയമ്മും ചെയ്യണം. നിയ്യത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. നിയ്യത്തോടുകൂടി, നിയ്യത്ത് ചെയ്തുകൊണ്ട് മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. തയമ്മുമിന്റെ അവയവങ്ങൾ മുഖവും 2 കൈകളുമാണ്. നിയ്യത്തോടുകൂടി ഈ 2 അവയവങ്ങളിലും തഹൂറായ മണ്ണ്, ശുദ്ധിയുള്ള മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. അതായത് ഒരാൾക്ക് വുളു ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അയാൾക്ക് മുഖത്ത് ഒരു മുറിവുണ്ട്. ആ മുറിവിലേക്ക് വെള്ളമായി കഴിഞ്ഞാൽ മുറി പഴുക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, മുറി അധികമാവുന്ന ഒരവസ്ഥ വന്നാൽ അയാൾക്ക് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരം ഒഴിവാക്കേണ്ടതില്ല. അതിന് പകരമായി, വുളുവിന് പകരമായി തയമ്മും ചെയ്ത് നിസ്കരിക്കാം. ഇനി നമുക്ക് തയമ്മും ചെയ്യേണ്ട രൂപം, എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത് എന്ന് നോക്കാം. ശരീരത്തിൽ നജസുകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിൽ നജസുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. വള, മോതിരം മുതലായവ ഊരിവെക്കുക. കയ്യിൽ വള, മോതിരം, വാച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഊരിവെക്കുക. ബിസ്മി ചൊല്ലി ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി ശുദ്ധിയുള്ള പൊടിമണ്ണിൽ 2 കൈകൾ അടിച്ച് നിയ്യത്തോടുകൂടി തന്നെ മുഖം 1 പ്രാവശ്യം തടവുക. ബിസ്മി ചൊല്ലി ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. തയമ്മുമിന്റെ നിയ്യത്താണിത്. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി ശുദ്ധിയുള്ള പൊടിമണ്ണിൽ 2 കൈകൾ അടിച്ച്, ആദ്യം ശുദ്ധിയുള്ള പൊടിമണ്ണെടുത്ത് അവിടെ നിരത്തി വെക്കണം, പരത്തി വെക്കണം. അതിലേക്ക് 2 കൈകൾ അടിച്ച്, 2 കൈകൾ ഇങ്ങനെ പരത്തി വെച്ച് അതിലേക്ക് അടിക്കുക. ഈ നിയ്യത്തോടു കൂടിയാണ് അടിക്കേണ്ടത്. മുഖം 1 പ്രാവശ്യം തടവുക. അതിനുശേഷം ആ കൈകൊണ്ട് മുഖം 1 പ്രാവശ്യം തടവുക. മുഖം തടവുമ്പോൾ നെറ്റിയുടെ മേൽഭാഗം മുതൽ, മുടി മുളക്കുന്ന ആ സ്ഥലം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയും 1 ചെവി മുതൽ മറ്റേ ചെവി വരെയുമാണ് വുളൂഇൽ മുഖം കഴുകേണ്ടത്. അതുതന്നെയാണ് തയമ്മുമിലും മുഖം തടവേണ്ടത്. ശേഷം 2 കൈകൾ കൊണ്ട് വീണ്ടും മണ്ണ് അടിച്ചെടുക്കുക. ആദ്യം മണ്ണ് അടിച്ചെടുത്തു, മുഖം മുഴുവനായി തടവി. ശേഷം 2 കൈകൾ കൊണ്ട് വീണ്ടും മണ്ണടിച്ചെടുക്കുക. 2 കൈകൾ പരത്തി മണ്ണിലേക്ക് അടിച്ചു. ഇടത് കൈ കൊണ്ട് വലതു കൈ തടവുക. എന്നിട്ട് ഇടതു കൈയിന്റെ ആ വെള്ള ഭാഗം കൊണ്ട് വലതു കൈ തടവുക. വലതു കൈയിന്റെ അടിഭാഗത്തുകൂടെ തടവി മുട്ടിലേക്ക് എത്തിയാൽ തിരിച്ച് അതുപോലെ തടവി വന്ന് വലതു കൈയിന്റെ തള്ളവിരലിലൂടെ തടവുക. ശേഷം വലതു കൈ കൊണ്ട് ഇടതു കൈ തടവുക.
അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? വലതു കൈ കൊണ്ട്, വലതു കൈയിലുള്ള മണ്ണ് കൊണ്ട് ഇടതു കൈ തടവുക. വിരലുകളുടെ തല മുതൽ മുട്ട് ഉൾപ്പെടെ തടവണം. വിരലുകളുടെ തല മുതൽ മുട്ട് ഉൾപ്പെടെ തടവണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവ് അവയവത്തിൽ ഉണ്ടെങ്കിൽ മുറിവില്ലാത്ത സ്ഥലം പൂർണ്ണമായി കഴുകണം. ശേഷം ആ മുറിവിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് കാലിലാണ് മുറിവുള്ളതെങ്കിൽ അയാൾ വുളു എടുക്കണം. കാൽ കഴുകൽ എത്തുന്നത് വരെയുള്ള എല്ലാ ഭാഗങ്ങളും വുളു എടുക്കണം. വുളു എടുത്തതിന് ശേഷം, അതായത് വുളുവിന്റെ ചെവി രണ്ടും ഉള്ളും പുറവും തടവൽ വരെ ചെയ്തതിന് ശേഷം കാൽ കഴുകാൻ കഴിയില്ലെങ്കിൽ മുറിവില്ലാത്ത ഭാഗം ആ കാലിന്റെ കഴുകുകയും മുറിവുള്ള ഭാഗത്തിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണം. അതുപോലെ മുഖത്താണ് മുറിവെങ്കിൽ ബാക്കിയുള്ള വുളുവിന്റെ എല്ലാതും ചെയ്തതിന് ശേഷം മുഖം എത്തിക്കഴിഞ്ഞാൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും അതിനുശേഷം തയമ്മുമിന്റെ നിയ്യത്ത് ചെയ്ത് മുഖത്തിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണം. പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങൾ വുളു ചെയ്ത് പൂർത്തിയാക്കുക. ഇങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്. സമയം നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് വേണ്ടി സമയമായ ശേഷം മാത്രമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. സമയം നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾ, ഉദാഹരണത്തിന് ഫർള് നിസ്കാരങ്ങൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങളാണ്. ആ നിസ്കാരങ്ങൾക്ക് വേണ്ടി തയമ്മും ചെയ്യുമ്പോൾ സമയം ആയ ശേഷം മാത്രമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി തയമ്മും ചെയ്യുകയാണെങ്കിൽ ഓരോ നിസ്കാരത്തിന്റെയും ലുഹറാണ് നിസ്കരിക്കുന്നതെങ്കിൽ ലുഹറിന്റെ സമയം ആയ ശേഷം മാത്രമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. മഗ്രിബാണെങ്കിൽ മഗ്രിബിന്റെ സമയം ആയ ശേഷം മാത്രമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. ഒരു തയമ്മും ചെയ്താൽ അതുകൊണ്ട് ഒരു ഫർള് നിസ്കാരങ്ങൾ 1 മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മയ്യത്ത് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും എത്രയും ആവാം. ഫർള് ഒരു നിസ്കാരം മാത്രമേ പറ്റുകയുള്ളൂ. മയ്യത്ത് നിസ്കാരം എത്രയും നിസ്കരിക്കാം. അതുപോലെ സുന്നത്ത് നിസ്കാരവും എത്രയും നിസ്കരിക്കാം. അതായത് ഒന്നിൽ കൂടുതൽ മയ്യത്ത് നിസ്കാരവും ഒന്നിൽ കൂടുതൽ സുന്നത്ത് നിസ്കാരങ്ങളും ഒരു തയമ്മും കൊണ്ട് നിർവഹിക്കാം. എന്നാൽ ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. വുളു മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും ബാത്തിലാകും. തയമ്മും ചെയ്യുന്നത് വുളുവിനും കുളിക്കും പകരമായിട്ടാണ്. അപ്പോൾ വുളു മുറിയുന്ന കാര്യങ്ങൾ, വുളു ബാത്തിലാകുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടായാൽ തയമ്മും ബാത്തിലാകും. വുളു മുറിയുന്ന കാര്യങ്ങൾ 4 പഠിച്ചിട്ടുണ്ട്. മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തത് പുറപ്പെടുക. രണ്ടാമത്തെ, ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. മൂന്നാമത്തെ, മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. 4, വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. ഈ 4 കാര്യങ്ങൾ കൊണ്ട് വുളു മുറിയും. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ തയമ്മും ബാത്തിലാകും. തദ്രീബാത്ത്. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കൂ. ഉത്തരം പറയാം. 1. തയമ്മും എന്നാൽ എന്ത്? തയമ്മും എന്നാൽ എന്ത്? അതിന്റെ ഉത്തരം, നിയ്യത്തോടു കൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. നിയ്യത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ആരാണ് തയമ്മും ചെയ്യേണ്ടത്? ആരാണ് തയമ്മും ചെയ്യേണ്ടത്? അതിന്റെ ഉത്തരം, വെള്ളം കിട്ടാതെ വരികയോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ വുളുഇനും കുളിക്കും പകരം തയമ്മും ചെയ്യണം.
അതിന്റെ ഉത്തരം എഴുതേണ്ടത് വെള്ളം കിട്ടാതെ വരികയോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ ഉളൂഇനും കുളിക്കും പകരം തയമ്മും ചെയ്യണം. മൂന്നാമത്തെ ചോദ്യം, തയമ്മുമിന്റെ നിയ്യത്ത് എന്ത്? തയമ്മുമിന്റെ നിയ്യത്ത്. അതിന്റെ ഉത്തരം ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. അതാണ് തയമ്മുമിന്റെ നിയ്യത്ത്. 4. തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം? തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം? അതിന്റെ ഉത്തരം ഉളു മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും ബാത്തിലാകും. ഉളു മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും ബാത്തിലാകും. ഉളു മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തത് പുറപ്പെടുക, ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക, വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. ഈ 4 കാര്യങ്ങളാണ് ഉളു മുറിയുന്ന കാര്യങ്ങൾ. അതും കൂടെ പഠിച്ചു വെക്കാം. 3ാം ക്ലാസ്സിൽ പഠിച്ചതാണത്. അടുത്ത ചോദ്യം, ചെയ്ത് ശീലിക്കാം. മണ്ണ് അടിച്ചെടുക്കുന്ന രൂപം. മണ്ണ് അടിച്ചെടുക്കുന്ന രൂപം. ശുദ്ധമായ പൊടി മണ്ണെടുത്ത് അത് ഒരു പേപ്പറിലോ മറ്റോ പരത്തി വെക്കുക. അതിലേക്ക് 2 കൈയും പരത്തി പിടിച്ചതിന് ശേഷം അതിലേക്ക് പതുക്കെ അടിക്കുക. ഇങ്ങനെയാണ് മണ്ണ് അടിച്ചെടുക്കേണ്ടത്. 2. മുഖം തടവുന്ന രൂപം. മുഖം തടവുന്ന രൂപം. മുഖം എങ്ങനെയാണ് തടവേണ്ടത്? നെറ്റിയുടെ മേൽഭാഗം മുതൽ, അതായത് നെറ്റിയിൽ മുടി മുളക്കുന്ന ആ ഭാഗം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുമാണ് മുഖം. അത് ഉളൂവിന്റെ അവയവങ്ങളിൽ പഠിച്ചതാണ്. ഈ മുഖത്തിന്റെ തടവുമ്പോൾ കൈയിന്റെ വെള്ളഭാഗം നെറ്റിയുടെ ഭാഗത്ത് വെച്ചാണ് തടവേണ്ടത്. അങ്ങനെ തടവിക്കഴിഞ്ഞാൽ മുഖം മുഴുവനായും തടവാൻ കഴിയും. 3. കൈ തടവുന്ന രൂപം. കൈ തടവുന്ന രൂപം ആദ്യം ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയിന്റെ അടിഭാഗം മുതൽ വിരലുകളുടെ അടിഭാഗം മുതൽ കൈമുട്ട് വരെ തടവിയതിനു ശേഷം കൈയിന്റെ മുകൾ ഭാഗത്തുകൂടെ തടവി വലതു കൈയിന്റെ തള്ളവിരലിലൂടെ തടവുക. അതുപോലെ തന്നെ ഇടതു കൈയും അങ്ങനെ ചെയ്യുക. ആദ്യം വലതു കൈയാണ് തടവേണ്ടത്, പിന്നീട് ഇടതു കൈയാണ് തടവേണ്ടത്. അടുത്തത് ശരി തെറ്റ് അടയാളപ്പെടുത്തുക. 1. കാലിൽ മുറിവുള്ളത് കാരണം നിസ്കാരം ഉപേക്ഷിക്കുന്നു. കാലിൽ മുറിവുള്ളത് കാരണം നിസ്കാരം ഉപേക്ഷിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ? ഉത്തരം തെറ്റാണ്. മുറിവുള്ളത് കാരണം നിസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല. ആ മുറിവിന് പകരമായി തയമ്മും ചെയ്ത് നിസ്കരിക്കാം. ഇത് തെറ്റാണ്. 2. തയമ്മും എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തയമ്മും ചെയ്യുന്നു. തയമ്മും എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തയമ്മും ചെയ്യുന്നു. അത് ശരിയാണ്. തയമ്മുമിന്റെ നിയ്യത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു, അല്ലെങ്കിൽ തയമ്മും എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഈ 2 നിയ്യത്ത് ചെയ്തും തയമ്മും ചെയ്യാം. ഇത് ശരിയാണ്. 3. തയമ്മും ചെയ്യാൻ വേണ്ടി വാച്ച് അഴിച്ചു വെക്കുന്നു. അത് ശരിയാണ്. തയമ്മും ചെയ്യാൻ വേണ്ടി വാച്ച്, മോതിരം, വള ഇതൊക്കെ അഴിച്ചു വെക്കണം. ഇത്രയുമാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.